ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിന്റെ 13ാം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ബൈബിൾ ക്വിസ് ദൈവവചന പഠനത്തിന് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേഗത്തിൽ നമുക്ക് ഇന്നലത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു: യേശു പൗലോസിന് പ്രത്യക്ഷനായ സംഭവത്തെപ്പറ്റി 1 കൊരിന്ത്യർ ലേഖനത്തിൽ എടുത്തു പറയുമ്പോൾ പൗലോസ് തന്നെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഉത്തരം ഇതാണ്: അകാല പ്രജ എന്നാണ് പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15:8. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. അവസാനമായി ഇന്നലത്തെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ജീവിപ്പാൻ ലോകപ്രകാരം നോക്കുമ്പോൾ വായു, വെള്ളം, ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇതൊക്കെ ആവശ്യമാണ്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിനെല്ലാം പുറമെ ഒരു കാര്യം കൂടി അത്യന്താപേക്ഷിതമാണ്. അതാണ് ദൈവകൃപ. നശിച്ചു പോകുന്ന ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ ജീവിപ്പാൻ ദൈവകൃപ ഉണ്ടായാൽ മാത്രമേ സാധ്യമാവൂ. എല്ലാവരെയും സർവശക്തൻ ദൈവകൃപയാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് കൃപ എപ്രകാരമാണ് ലഭിക്കുന്നത് എന്നാണ്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് കൃപ എപ്രകാരമാണ് ലഭിക്കുന്നത് എന്നാണ്. ഉത്തരമറിയാമെങ്കിൽ വേഗം കമന്റ് ചെയ്യുക. നമ്മുടെ ഇന്നലത്തെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബിൽ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.